നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഒത്തിരിയേറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിന് പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിന്റെ താഴെ ഒത്തിരി ഡൗട്ട്സ് വന്നതുകൊണ്ട് അതിനെ ഒരു Q&A സെഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ചാനലിലെ PSC ഉദ്യോഗാർത്ഥികൾക്കുള്ള ആദ്യത്തെ Q&A സെഷനിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജിഷ്ണു ജോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് CPO എക്സാം ഉണ്ട്, എന്നാൽ എൻ്റെ ആദ്യത്തെ എക്സാം ആണിത്. റാങ്ക് ഫയൽ പഠിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സിലബസിലെ ഓരോ ടോപ്പിക്കും യൂട്യൂബിൽ സെർച്ച് ചെയ്താണ് പഠിക്കുന്നത്. ആൻഡ് ജിതിൻ ജോണിന്റെ പഠന ശരിയായ ദിശയിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പൈൻ ഓൾ ലേണിംഗ് മൊഡാലിറ്റീസ് എന്നുള്ള ടിപ്പ്. അപ്പോൾ അതിനകത്ത് പറയുന്ന എന്താണ്, എല്ലാ ലേണിംഗ് മൊഡാലിറ്റീസും നമ്മൾ യൂസ് ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനൽസ് മാത്രം നോക്കി പഠിച്ചതുകൊണ്ട് നമുക്ക് വിഷ്വൽ അല്ലെങ്കിൽ വീഡിയോ ഓഡിയോ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിലൂടെ നമ്മൾ ബുക്ക് വായിക്കുകയോ നോട്ട് എഴുതി എടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ എല്ലാ മൊഡാലിറ്റീസും യൂസ് ചെയ്ത് പഠിക്കുന്നതാണ് നേരായ ദിശ എന്ന് പറയുന്നത്. ഓരോരുത്തർക്ക് ഓരോ കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും ഈ വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോ കണ്ട് പഠിക്കുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവര് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള പഠന മാർഗം സ്വീകരിക്കുക. എന്നാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പഠന രീതിയിൽ എല്ലാ മൊഡാലിറ്റീസും ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും ഉചിതം. അതും ഫസ്റ്റ് എക്സാം ആകുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ടാവണം, ആ ട്രാക്കിൽ നമ്മൾ കയറിയിരിക്കണം. അതിന് യൂട്യൂബ് ചാനൽസിലെ വീഡിയോ മാത്രം സഹായകമാവൂ എന്നുള്ള കാര്യത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആകാശ് KP ആണ്. ആകാശ് KPയുടെ സംശയം മാർക്ക് കൂടുന്നില്ല എന്നും അതുപോലെ തന്നെ മലയാളം പഠിക്കാൻ ഒരു ട്രാക്ക് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, നിങ്ങളെ മാർക്ക് കൂടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ റീഡ് റിവൈസ് റിപ്പീറ്റ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒത്തിരി തവണ വായിക്കുകയും ഒത്തിരി തവണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതിലൂടെ ഒക്കെയാണ് നമ്മുടെ മാർക്ക് അധികമാകുന്നത്. ഒരു 50-60 റേഞ്ചിൽ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാൾക്ക് അതുവരെ എത്താൻ സാധിക്കും. അതിന് മേലെ, അതായത് എബോ ആവറേജിൽ നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് കൂടുതൽ സമഗ്രമായി പഠിച്ചു മുന്നേറണം. അതുപോലെ മലയാളത്തിന്റെ കാര്യം ചോദിച്ചിരിക്കുന്നത്, ഞാൻ എന്റെ സ്റ്റഡി മെത്തേഡ് പറയുന്നതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട്. പല റാങ്ക് ഫയലിൽ നിന്നുള്ള പോയിന്റ്സ് ഞാൻ കളക്ട് ചെയ്ത് പഠിക്കുകയും അതോടൊപ്പം ഫ്രണ്ട്ലി PSC എന്നുള്ള ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. മലയാളം എന്ന വിഷയത്തിന് വേണ്ടി അതിൽ കൂടുതലായി ലക്ഷ്യ ലേണിംഗ് ആപ്പില് സലീം സാറിന്റെ ക്ലാസ്സും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. സാറ് റാങ്ക് ഫയലിലുള്ള പോയിന്റ്സ് തന്നെ കുറച്ചുകൂടെ നമുക്ക് ബൈ ഹാർട്ട് ആകുന്ന രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതും എനിക്ക് സഹായകമായ ഒന്നാണ്. അടുത്തായിട്ട് ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് സന്ധ്യാർ നായർ ആണ്. വിമൻ CPOക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, റിവിഷനും ഒരു വീഡിയോ ഇടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വിമൻ CPOക്ക് ഞാൻ പ്രധാനമായി ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിച്ച ഒരു എക്സാം ആയിരുന്നു വിമൻ CPO എന്ന് പറഞ്ഞാൽ. ഞാൻ കൂടുതലും ഫോക്കസ് കൊടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, സ്പെഷ്യൽ ടോപ്പിക്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കറണ്ട് അഫയർ. GKയിൽ ബാക്കി സബ്ജക്റ്റിന് ഞാൻ പ്രാധാന്യം കൊടുത്തില്ല എന്നല്ല, പക്ഷെ വായിച്ചിരുന്നു. അത്രയേറെ റിവിഷന് വേണ്ടിയും റിപ്പീറ്റ് ചെയ്തും ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയാം. ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ഈ പറഞ്ഞ 6 സബ്ജക്റ്റ് ആണ്. ഈ പറഞ്ഞ 6 സബ്ജക്ട്സിന് ഞാൻ ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാലോ, അത് കാരണമാണ്. സ്പെഷ്യൽ ടോപ്പിക്കിന് ഏറെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞാൻ വിമൻ CPOക്ക് വേണ്ടി പഠിച്ചിരുന്നതും. അതുപോലെ തന്നെ എന്നെ കൂടുതൽ സഹായമാക്കി ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെയും ചിലപ്പോൾ ആ നിയമങ്ങളും നമ്പറുകളും ഒക്കെ ഉള്ളിൽ നിൽക്കാൻ സഹായകമാകും. ഇനി ഇതിനൊപ്പം തന്നെ ചോദിച്ചിരിക്കുന്നത് റിവിഷൻ മെത്തേഡ് ആയിരുന്നു. ഞാനിപ്പോ എത്ര ദിവസം ഉണ്ട് എക്സാമിന് എന്നുള്ള കാര്യം ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കൊരു എക്സാം ഡേറ്റ് ഇപ്പം കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ജൂലൈ 22 അടുത്ത CPOയുടെ എക്സാം എന്ന് പറയുന്നത്. അതിനുവേണ്ടി എത്ര ദിവസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ ദിവസങ്ങളെ ആദ്യം ഒരു ഹാഫ് ആയിട്ടോ അല്ലെങ്കിൽ 1/3 ആയിട്ടോ ഡിവൈഡ് ചെയ്യുന്നു. ആ 1/3 ആദ്യത്തെ 1/3 ഞാൻ കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 2/3 പോർഷൻ എന്ന് പറയുന്നത് റിവിഷന് വേണ്ടി റിപ്പീറ്റ് റീഡിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഈ 1/3 പോർഷനിലൂടെയും രണ്ടാമത്തെ റിവിഷന് വേണ്ടി എടുക്കുന്ന 2/3 പോർഷനിലൂടെയും എല്ലാ സബ്ജക്ട്സും 2-3 തവണ വായിക്കാനുള്ള ഒരു അവസരമാണ് എനിക്ക് അതിലൂടെ കിട്ടുന്നത്. അതിലൂടെ നമ്മൾ തറോ ആവുകയും ചെയ്യുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനിലും ഏകദേശം സെയിം കാര്യമാണ് ജിലു പ്രശാന്ത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് റിവിഷൻ ചെയ്യേണ്ടത് എന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഒരു ഡിവിഷൻ മെത്തേഡിലൂടെയാണ് ഞാൻ റിവിഷൻ ചെയ്യുന്നത്. 1/3 പിന്നെ 2/3 പോർഷൻ വെച്ചിട്ട്. അതല്ലാതെ തന്നെ സബ്ജക്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിലാണത്. ഇപ്പൊ 10 മാർക്കിനാണ് ഇംഗ്ലീഷ് എങ്കിൽ ഞാൻ ആ 10 മാർക്ക് ചിലപ്പോൾ പഠിക്കാൻ എടുക്കുന്നത് 20 ദിവസമായിരിക്കാം. പിന്നെ ഇംഗ്ലീഷിന്റെ പോർഷൻ കൂടെ നോക്കും. അത് എനിക്ക് എത്രത്തോളം എളുപ്പമാണ്, എനിക്ക് എത്രത്തോളം ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി ഞാൻ അവിടെ നോക്കാറുണ്ട്. ഇപ്പൊ മാത്സ് 20 മാർക്കിനാണെന്ന് വെച്ചാൽ ഒരു 20 ദിവസമോ 40 ദിവസമോ എടുത്തായിരിക്കും ഞാൻ ഇപ്പൊ ഒരു ചാപ്റ്ററിന് 2 ദിവസമോ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന് 1 ദിവസമോ എടുത്തായിരിക്കും ഞാൻ മാത്സ് പഠിക്കുന്നത്. അങ്ങനെ ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് ഞാൻ
ഡേറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് പഠിക്കുന്നത്. ചോദിച്ചിരിക്കുന്ന റിവിഷൻ മെത്തേഡ് അത് ഞാൻ എന്റെ സ്റ്റഡി മെത്തേഡിൽ ഉപയോഗിച്ച റിവിഷൻ പ്രോസസ്സാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ എത്രത്തോളം ഈസി ആവുന്നു എന്നൊക്കെ അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ റിവിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്ത് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ഡൗട്ട് സുപ്രിയ എസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സാം ഹാളിൽ കയറുമ്പോൾ എല്ലാം ബ്ലാങ്ക് ആയി പോകുന്നു, പ്രിലിംസ് കിട്ടും ബട്ട് മെയിൻസ് ഫെയിൽ ആവുക എന്നുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സാം ഹാളിൽ കയറുമ്പോൾ ബ്ലാങ്ക് ആയി പോകുന്നത് നിങ്ങളുടെ സ്ട്രെസ് കാരണമാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ എക്സാമിന് പോകാൻ. അത് ബിൽഡ് ചെയ്യണം എങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പഠനം ചെയ്തിരിക്കണം, അതോടൊപ്പം തന്നെ റിവിഷനും കൊണ്ടുപോയിരിക്കണം. അത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്തുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. ആ കോൺഫിഡൻസോട് കൂടി ഒരു എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ സ്ട്രെസ് ഉണ്ടാവില്ല. അതുപോലെ എക്സാം ഹാളിൽ നിങ്ങളുടെ മാക്സിമം പെർഫോം ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇനി രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് പ്രിലിംസ് കിട്ടും പക്ഷെ മെയിൻസിന് ഫെയിൽ ആകുന്നു എന്നാണ്. കാരണം പ്രിലിംസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ നമുക്കൊരു എൻട്രൻസ് പോലത്തെ എക്സാം ആണ്. അതിനകത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ ഒരു LGS അല്ലെങ്കിൽ 10th ലെവലൊക്കെ പ്രിലിംസ് എടുത്ത് നോക്കിയാൽ ഏകദേശം എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. എന്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരൊറ്റ എക്സാം ഫോക്കസ് ചെയ്ത് അതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ മെയിൻസ് മാത്രം അത്രയും നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആഷ് ആണ്. ആഷിന്റെ ഡൗട്ട് ഇങ്ങനെയാണ്: ഡിഗ്രി കഴിഞ്ഞ ഉടനെ PSC ഫീൽഡിൽ ഇറങ്ങിയതാണ്, 3-4 മന്ത്സേ ആയിട്ടുള്ളൂ. ഫ്രഷർ ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്, പഠിച്ചത് ഓർമ്മ കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക. നിങ്ങൾ PSCയുടെ ട്രാക്കിലേക്ക് കയറി വരിക. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടിംഗ് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ. അതുണ്ടായാലും മാത്രമേ നമുക്ക് മുന്നോട്ട് ഉള്ള പടികൾ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ടഫ് ആയിട്ടുള്ള പോർഷൻസിനെ ഫേസ് ചെയ്യാനും പറ്റുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. 3-4 മന്ത്സ് ഒക്കെ വളരെ ചെറിയ പീരീഡ് ആണ് ഈ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. മിനിമം ഒരു 6 മാസമോ 7 മാസമോ ഒക്കെ എടുത്ത് നിങ്ങൾ എന്താണ് PSC എന്ന് അറിഞ്ഞിട്ട് എക്സാംസ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് മുന്നേ ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കുക. പക്ഷേ മെയിൻ ആയിട്ട് ഫോക്കസ് ഇടുന്നത് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മതി എന്നാണ് എന്റെ അഭിപ്രായം. അടുത്തൊരു ഡൗട്ട് വന്നിരിക്കുന്നത് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ ടൈം ടേബിൾ വെച്ച് തന്നെ പഠിക്കണോ എന്നുള്ളതാണ്. സെൽഫ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ്? ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിലേക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാതെ നിങ്ങളെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചൊരിടത്ത് ഇരുത്തി പഠിപ്പിക്കുന്നത്? അതിനുവേണ്ടി കൃത്യമായ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. എന്നാൽ മാത്രമേ ആ സമയത്ത് നിങ്ങൾ പഠിക്കുള്ളൂ. എന്തൊക്കെ പോർഷൻസ് നിങ്ങൾ പഠിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ടാർഗറ്റ് കൊടുത്ത് പഠിക്കുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരും വേറെ ഇപ്പൊ കമ്പൈൻ സ്റ്റഡിക്ക് പോകുന്നവരായാൽ പോലും ടൈം ടേബിൾ ഉണ്ടാവണം എന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അടുത്തൊരു ഡൗട്ട് വന്നിരിക്കുന്നത് കഴിഞ്ഞ വിമൻ CPOക്ക് ചേച്ചി ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ബുക്കാണ് റെഫർ ചെയ്തതെന്ന് പറയാമോ പ്ലീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി ഒരു ഫുൾ വീഡിയോ തന്നെ ഇതിന് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിലെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അതിന് റെഫർ ചെയ്ത മെറ്റീരിയലും ബുക്കും എന്റെ പഠന രീതിയും ഒക്കെയും ഞാൻ ആ വീഡിയോയിൽ സമഗ്രമായി പറയുന്നുണ്ട്. അടുത്ത 5:30ക്കുള്ള ഒരു ഡൗട്ടാണ്. എനിക്ക് വിമൻ CPOയിൽ കയറണമെന്നുണ്ട്, ഞാൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്, ഞാൻ എങ്ങനെ പഠിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. PSC ഫീൽഡിൽ ഒരു ആവറേജ്, ബിലോ ആവറേജ്, അബോവ് ആവറേജ് അങ്ങനെ ഒന്നും ഒരു സ്റ്റുഡന്റ് കാറ്റഗറി ഇല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ എത്രത്തോളം റീഡ് ചെയ്യുന്നോ, അതിനെ റിവൈസ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം സമയം എടുക്കുന്നു, നമ്മൾ ഒരു സബ്ജക്റ്റിൽ വീക്ക് ആണെന്ന് സ്വയം അറിഞ്ഞുകൊണ്ട് നമ്മളൊരു വലിയ ബേസ് സെറ്റ് ചെയ്യാൻ തയ്യാറാവുന്നു, അവിടെയൊക്കെയാണ് ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ ഉയർന്നു വരാൻ പോകുന്നത്. അതിനകത്ത് ആവറേജ്, ബിലോ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ സ്വയം ഓരോ ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൃത്യമായ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി മെത്തേഡ് കണ്ടുപിടിച്ച് പഠിച്ചു തുടങ്ങുക. അടുത്തൊരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഞാൻ CPO നോക്കുന്നു, പക്ഷെ എനിക്ക് ഒന്നിലും ഒരു ഉറപ്പ് കിട്ടുന്നില്ല. CPO പഠിക്കാനിരിക്കുമ്പോഴായിരിക്കും യൂട്യൂബിൽ നോക്കുമ്പോൾ ഓരോ വേക്കൻസികൾ കാണിക്കുന്നത്. അപ്പോൾ CPO വേണ്ട, അത് നോക്കാം, അങ്ങനെ മാറി മാറി പോകുന്നു, ഒന്നിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. PSC ഫീൽഡിൽ ഇറങ്ങുന്ന പല ആൾക്കാർക്കും ഇതൊരു കടമ്പയായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരുടെയും കാര്യം പറയുന്നതല്ല, മിക്കവാറും ഉള്ളവര് കുറെ എക്സാംസ് വരുന്നുണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് ക്രാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ കൊണ്ടുപോകുമ്പോൾ അതിൽ ലിസ്റ്റിൽ വന്നേക്കാം, പക്ഷെ താഴേക്കായി പോവുകയും ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരുന്നു. പക്ഷെ നമ്മൾ ഒരൊറ്റ ഫോക്കസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതൊരു ഒരൊറ്റ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിൽ, ആ എക്സാമിന്റെ ലിസ്റ്റിൽ നമുക്ക് മുൻനിരയിൽ വരാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ ഒരു കാഴ്ചപ്പാടില് ഞാൻ പറയുന്നത് എപ്പോഴും ഒരിടത്ത് ഫോക്കസ് ഇടുക, അത് നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ഇൻപുട്ട് മാക്സിമം കൊടുക്കുക, അത്
ക്രാക്ക് ചെയ്ത് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്താൻ ശ്രമിക്കുക. അടുത്ത ഷീന സിയാദ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, സെൽഫ് സ്റ്റഡി ആയിരുന്നോ, എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ടെന്നാണ്. അപ്പൊ എന്റെ പഠനകാലത്തിൽ ആദ്യത്തെ ഒരു 6 മാസം ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോവുകയും അവിടെ നിന്ന് ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ കൊറോണ വന്നു. ആ സമയം ഫുൾ, അതായത് ആ 2 വർഷം മുഴുവൻ ഞാൻ വീട്ടിൽ സെൽഫ് സ്റ്റഡി ആയിരുന്നു ചെയ്തിരുന്നത്. കൂടെ ഇടയ്ക്ക് വല്ലപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്ന് കമ്പൈൻ സ്റ്റഡിയും ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ പഠിക്കാനായി തുടങ്ങിയത് 2019 അവസാന മാസങ്ങളിലാണ്. അത് പിന്നെ കൊറോണ 2 വർഷം അങ്ങനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് എക്സാംസ് ഒക്കെ വന്നത്. അങ്ങനെ 2023 വരെയും ഇപ്പൊ പഠിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഡിഗ്രി ലെവലിൽ പഠിക്കാൻ പറ്റിയ മാത്സ് ടെലഗ്രാം ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ പറഞ്ഞു തരുമെന്നാണ്. രണ്ടിനും ഞാൻ ഒരൊറ്റ പേരാണ് പറയുന്നത്, ട്രിക്ടൺ, TRIGTURN. അപ്പോൾ ജെറിൻ സാർ ആണ് അതിൽ ക്ലാസ് എടുക്കുന്നത്, ജെറിൻ ജോൺ. അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ലെവലിലും, അതിപ്പം SLC ലെവലിലായാലും +2 ലെവലിലായാലും ഡിഗ്രി ലെവലിലായാലും ഏതൊരു ലെവലിനും പറ്റിയ ഒരു പഠന രീതിയാണ് സാർ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ എന്റെ പഠന രീതിയിലെ വീഡിയോയിലും ഞാൻ അതിനെപ്പറ്റി വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ ചാനലിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്ത നന്ദന നന്ദു ചോദിച്ചിരിക്കുന്ന ഒരു ഡൗട്ട്, എനിക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ല, അത് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല, ഏതെങ്കിലും നല്ല യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന് വേണ്ടി യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ജാഫർ സാർ എടുക്കുന്ന ക്ലാസ് നല്ലതാണ്. പക്ഷെ ഞാൻ കൂടുതലും പഠിക്കാൻ ഉപയോഗിച്ചിരുന്നത് ടെലഗ്രാമിലെ PSC ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലാണ്. പോൾസ് രൂപത്തിൽ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചാനലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനും പറ്റുന്ന ഒന്നാണ്. അപ്പോൾ PSC ഇംഗ്ലീഷ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയ ഒരു ടെലഗ്രാം ചാനൽ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ നന്നായി പഠിച്ചുകൊണ്ടിരുന്നതാണ്, പഠനം വേഗത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ വോമിറ്റിംഗ് കാരണമൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എക്സ്പേർട്സിന്റെ ഒപ്പീനിയൻ തേർഡ്, നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുക, അതുപോലെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. അല്ലാതെ ഈ സമയങ്ങളിലൊന്നും, നല്ല സമയങ്ങളിലൊന്നും ഡിപ്രഷൻ അടിച്ചിരിക്കാതെ അല്ലെങ്കിൽ പഠനത്തിനെ പറ്റിയും വേറെ സ്ട്രെസ്സിനെ പറ്റി ആലോചിക്കാതെ നല്ല സമയം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ പഠനം നമുക്ക് പിന്നെ, അതായത് ബേബിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടും പഠിക്കാനായിട്ട് എന്നുള്ള ഒരു ചിന്തയോടുകൂടി നല്ല രീതിക്ക് മുന്നോട്ട് പോവുക. എന്നാൽ കഴിയുന്ന വിധം എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ തരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും PSC ആയിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ പഠിക്കുന്ന രീതിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം. മാക്സിമം ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ്. PSC പഠനത്തിന്റെ വേഗത കൂട്ടുന്നതും അതുപോലെ എന്റെ സ്റ്റഡി മെത്തേഡ്സിന്റെ കാര്യങ്ങൾ പറയുന്നതായിട്ടുള്ള 2 വീഡിയോസ് ഈ ചാനലിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.